ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ലോഗോഡർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലോക്ക് കമ്പോണൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ യൂസ് വരുന്ന വേറൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഇത് TinyDB എന്ന് പറയും. TinyDB എന്ന ചെറിയൊരു ഡാറ്റാബേസ് ആണ്. പക്ഷേ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോണിലാണോ ആപ്പ് യൂസ് ചെയ്യുന്നത് ആ ഫോണിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ചെറിയൊരു ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിൽ തന്നെ സേവ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് TinyDB എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈനപ്പ് ബ്ലോക്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവൻ്റെ യൂസർ നെയിം എന്ത് ചെയ്യുക TinyDB സേവ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വൺ ടൈം ലോഗിൻ ആക്കണ ഒരു സംഭവം പറഞ്ഞിരുന്നു. വൺ ടൈം ലോഗിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ആപ്പിന് ഒരു ലോഗിൻ സൈനപ്പ് സിസ്റ്റം കൊടുത്തിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോഗിൻ സിസ്റ്റം കൊടുത്തു. അപ്പോൾ ലോഗിൻ സിസ്റ്റം കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഓരോ സമയത്തും എന്ത് ചെയ്യുക, ആപ്പ് തുറക്കുമ്പോൾ ലോഗിൻ ചെയ്യാതെ എന്ത് ചെയ്യുക, ഒരു വട്ടം ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ഓരോ സമയത്തും ഡയറക്റ്റായിട്ട് എന്താ ആപ്പിൻ്റെ ഹോം പേജിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപം ഉണ്ടാക്കുക. അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ TinyDB യൂസ് ചെയ്തിട്ടാണ്. കാരണം ഒരു സമയം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക അറിയോ, യൂസറിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്ത് ചെയ്ത് വെക്കും, TinyDB സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ സമയത്തും എന്ത് ചെയ്യും, ആ TinyDB ചെക്ക് ചെയ്യും ഓൾറെഡി എന്ത് ചെയ്യും ലോഗിൻ ചെയ്തതാണോ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് അതിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, TinyDBയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഹോം പേജിലേക്ക് പോകും. ഇനി ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ, ഈ ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ മീൻസ് നമ്മളിപ്പോൾ ഫോണിൻ്റെ ആപ്പിൻ്റെ ഡാറ്റ, നമ്മളിപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കിയാണെങ്കിൽ ആ ആപ്പിൻ്റെ ക്ലിയർ ഡാറ്റ അടിച്ചിട്ടാണ് എന്ത് ചെയ്യും, നമ്മൾ TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ ഡാറ്റകളും പോകും. ഓക്കെ, അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത തവണ വീണ്ടും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുമ്പോൾ അതിലൊന്നും കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും, ലോഗിൻ സ്ക്രീനിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഒരു വൺ ടൈം ലോഗിൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റണത് എന്തായാലും ഉപയോഗിക്കേണ്ട ഒരു ഒരു കമ്പോണൻ്റാണ് TinyDB. അപ്പോൾ അത് എവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്നുള്ള ഒരു പാലറ്റിൽ കാണാം. സ്റ്റോറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം അഞ്ചാമതായിട്ട് TinyDB എന്നാണ് കമ്പോണ്ട്. ഇതും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കമ്പോണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈനുകൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ, ടൈനി നെയിം സ്പേസ് എന്നുള്ള. ഓക്കെ, ഇത് നെയിം സ്പേസ് നമുക്ക് എവിടെ ആവശ്യം വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് TinyDB എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, അതുപോലെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് TinyDBയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. ഞാൻ ടെക്സ്റ്റ് ബോക്സിൽ എന്താണ് കൊടുക്കുന്നത് അതെന്ത് ചെയ്യണം, TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ബട്ടൺ ഒഴിവാക്കണം, സോറി ബട്ടൺ അല്ല, ഇതിന് പകരം ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കും. ഓക്കെ, ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ആ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ടെക്സ്റ്റാണ് കൊടുക്കുന്നത് എന്ത് ചെയ്യണം, നമുക്ക് TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പം ഞാൻ അതിന് ബ്ലോക്കിൽ പോവാണ്. ഓക്കെ, ബ്ലോക്കിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ടെക്സ്റ്റാണുള്ളത് അതെന്ത് ചെയ്യണം, നമുക്ക് TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതിലൊരു ബ്ലോക്ക് ഉണ്ട്, സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് സ്റ്റോർ വാല്യൂ എന്ന് പറഞ്ഞൊരു ബ്ലോക്കാണ്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുക, TinyDBയിൽ നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ബ്ലോക്ക്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, കോൾ ചെയ്യാം. ഓക്കെ, ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ, ഇതൊരു പെയറായിട്ടാണ് എന്ത് ചെയ്യുക TinyDBയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക. പെയർ മീൻസ് നമുക്കിപ്പോൾ നെയിം ഈക്വൽ ടു റഫീഖ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഏജ് ഈക്വൽ ടു 20, അങ്ങനെ എന്തെങ്കിലും ഒരു പെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ടാഗ് എന്താണ്, നെയിമാണ് ടാഗ്, വാല്യൂ എന്താണ് റഫീഖ്. അതുപോലെ തന്നെ ഏജ് ആണെങ്കിൽ ഏജ് വാല്യൂ എന്ത് ചെയ്യാം, അത് അതേപോലെ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ടാഗ് എന്നുള്ളത് ഞാനിവിടെ ടെക്സ്റ്റ് ബോക്സിൽ മല്ലു കോഡർന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാഗായിട്ട് എന്ത് കൊടുക്കാം, ടാഗ് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടാഗായിട്ട് കമ്പനി എന്ന് കൊടുക്കാം. ഓക്കെ, കമ്പനിയുടെ പേര് ഒരു മല്ലു കോഡർ എന്നൊരു കമ്പനിയുടെ പേര്. അപ്പം മല്ലു കോഡർ എന്നാണെന്നില്ല, എനിക്ക് ആ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ യൂസർ ടൈപ്പ് ചെയ്യണം എന്ത് ചെയ്യണം, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഉണ്ടോ, അവിടെ ടെക്സ്റ്റ് എന്നുള്ള ബ്ലോക്കാണ്. ആ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണത്. ഇത് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ TinyDBയിൽ കമ്പനി എന്നുള്ള ടാഗിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, സ്റ്റോർ ആകും. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മല്ലക്കോട ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, മല്ലക്കോട ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബട്ടൺ സ്റ്റോറായി. ഓക്കെ, ക്ലിക്ക് ചെയ്തുകയാണെങ്കിൽ ഇവിടെ സ്റ്റോർ വാല്യൂ എന്നാണ്. ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഞാനിപ്പോൾ TinyDBയിൽ ആ വാല്യൂ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വേറെ ലേബലും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ലേബൽ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ആ ടെക്സ്റ്റ് ബോക്സിലത്തെ ടെക്സ്റ്റ് ക്ലിയർ ചെയ്തു. ഓക്കെ, ഞാൻ അവിടെ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഇനി എന്താണ് അവിടെ ടൈപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ TinyDBയിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ലേബൽ എന്നുള്ള എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ സ്ക്രീൻ ഇനീഷ്യലൈസ് എന്നൊരു ബ്ലോക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ലേബൽ. ഈ ലേബൽ എന്തിനാണ്? ആ TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എനിക്ക് ആ ലേബൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചത്, ആ ടെക്സ്റ്റ് എന്ത് ചെയ്യണം? എനിക്ക് ആ ലേബലിലേക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? TinyDBയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ നേരെ മുകളിലുള്ള ബ്ലോക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ റീട്രൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഈ ബ്ലോക്കിൽ ഇവിടെ ടാഗ് എന്നുള്ള എന്ത് ടാഗിലാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് ആ ടാഗിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. എനിക്ക് കമ്പനി എന്നുള്ള പേരിലായിരുന്നു ഞാൻ ടാഗ് കൊടുത്തത്. അപ്പോൾ കമ്പനി എന്നുള്ള പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അടിയിലൊരു പാരാമീറ്റർ കാണാം, വാല്യൂ ഇഫ് നോട്ട് ടാഗ് ദർ. അപ്പോൾ നമ്മൾ ഈ ടാഗ് നമ്മളിപ്പോൾ ടാഗ് സേവ് ചെയ്ത് വെച്ചിട്ടില്ല. ആ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് വാല്യൂ ആണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് കൊടുക്കേണ്ടത്? ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒന്നും കൊടുക്കണില്ല, കാരണം ഓൾറെഡി ഈ കമ്പനി എന്നുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക? എനിക്ക് ആ വാല്യൂ കിട്ടണം, കമ്പനി എന്നുള്ള പേര്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ? ഈ ലെവലിൽ ഞാൻ സ്ക്രീൻ ഇനീഷ്യലൈസ് ബ്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത മല്ലക്കോഡ് എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൽ ഒരു ടെക്സ്റ്റ് ചെയ്തതായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ലേബൽ 1ലേക്ക് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു TinyDBയിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാഗ് ഓരോ സമയത്ത് ഇനി വേറൊരു വാല്യൂ കൊടുക്കാം. എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. കമ്പനി, പിന്നെ സ്റ്റുഡൻസ്, അങ്ങനെ കൊടുക്കാം. നമുക്കിതിൽ എന്ത് വാല്യൂ കൊടുക്കാം കേട്ടോ. ഞാൻ സ്ട്രിങ് കൊടുക്കാനില്ല. സ്ട്രിങ് കൊടുക്കാം, നമ്പർ കൊടുക്കാം, ലിസ്റ്റ് കൊടുക്കാം, ഡിക്ഷണറി കൊടുക്കാം. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കീ പെയറാണ്. അപ്പം ഞാനിവിടെ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള എന്ത് ചെയ്യാണ്? ഞാനതിൽ നമ്പർ കൊടുക്കുക. നമ്പർ സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ടെക്സ്റ്റ് ബോക്സിൽ ഒരു 20 കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ റീഫ്രഷ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 25 കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ എന്തായി? എനിക്ക് ആ വാല്യൂ അതിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഈ രണ്ടും സ്റ്റോർ ആയിട്ടുണ്ട്. സോറി, ഞാൻ ഇതല്ല യൂസ് ചെയ്യേണ്ടത്, കമ്പനീൻ്റെ പേരല്ല. എനിക്ക് സ്റ്റുഡൻസിൻ്റെ എന്ത് ചെയ്യണം? വാല്യൂ, ആ കൊടുത്ത വാല്യൂ നമുക്ക് ലേബലിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യാണ്. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, 65 കൊടുത്തിട്ട് ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ സ്റ്റുഡൻസ് എന്നുള്ള ടാഗിൽ നമ്മൾ കൊടുത്ത നമ്പർ സ്റ്റോറായി. ഇനി എന്ത് ചെയ്യണം? ഞാനൊന്നും കൂടി ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ, സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യുക? സ്റ്റുഡൻസ് നോക്കുക. കാരണം എനിക്ക് സ്റ്റുഡൻസ് എന്നുള്ള ടാഗിലുള്ള വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് നോക്കുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ റീഫ്രഷ് എടുക്കാം. റീഫ്രഷ് ആകുമ്പോൾ സ്ക്രീൻ ഇനീഷ്യലൈസ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? ടെക്സ്റ്റ് കൊടുക്കുക. ഒരു 65 കൊടുക്കുക. ഓക്കെ, 65 കൊടുത്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ഒന്നും കൂടി റീഫ്രഷ് ചെയ്തുകയാണെങ്കിൽ സ്ക്രീൻ ഇനീഷ്യലൈസ് ആവും. അപ്പോൾ റീഫ്രഷ് കൊടുത്തു. കണ്ടോ? ആ ടെക്സ്റ്റിൽ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ കൊടുത്ത വാല്യൂ എന്താണ്? 65. അത് അതേപോലെ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇനി ഒരു ലിസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? നമുക്കിവിടെ വാല്യൂ ആയിട്ട് കൊടുക്കാം. മേക്ക് എ ലിസ്റ്റ് എന്നുള്ള ഞാൻ എന്ത് ചെയ്യാണ്? 2 ഐറ്റംസ് ഒരു ടെക്സ്റ്റ് ബോക്സും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് 2 കൊടുക്കുക. ഓക്കെ, 2 ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ആ കൊടുക്കുന്ന 2 ടെക്സ്റ്റ് ബോക്സിലും കൊടുക്കുന്ന ഐറ്റംസ് എന്തായിട്ട് കൊടുക്കണം? എനിക്ക് ആ ലേബലിൽ എന്ത് ചെയ്യണം? എനിക്ക് ആ ലിസ്റ്റൊക്കെ ആഡ് ചെയ്യണം. എന്നിട്ട് ആ ലിസ്റ്റ് എന്ത് ചെയ്യണം? TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക.
അപ്പോൾ ഞാൻ വാല്യൂ ടു സ്റ്റോർ അറിയുമ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ, ഇനി രണ്ടാമത്തെ ഐറ്റം രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലത്തെ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് സ്റ്റുഡൻസ് തന്നെ ആയിക്കോട്ടെ, സ്റ്റുഡൻസിൻ്റെ പേര് കൊടുക്കാം, വാല്യൂ സ്റ്റുഡൻറ്റ് നെയിംസ് എന്ന് കൊടുക്കാം, സ്റ്റുഡൻറ്റ് നെയിംസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ 2 വാല്യൂ എന്ത് ചെയ്യാം, ആ ലിസ്റ്റിക്ക് ആഡ് ചെയ്തിട്ട് ആ ലിസ്റ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. എനിക്ക് ആ ലിസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ആദ്യം ഒന്ന് നമുക്ക് കൊടുത്ത് നോക്കാം. 2 സ്റ്റുഡൻറ്റിൻ്റെ പേര് ജോണും കൊടുക്കാം, ആമീർന്ന് കൊടുക്കാം. ഓക്കെ, ഈ 2 വാല്യൂ ഇത് രണ്ടും ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ TinyDBയിലേക്ക് സ്റ്റോർ ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, റീട്രൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വാല്യൂ എന്ത് ടാഗാണ് കൊടുത്തത് ആ ടാഗ് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ലിസ്റ്റ് നോക്കാം. ഓക്കെ, ഇതൊരു ലിസ്റ്റാണ്, ഒരു ബ്രാക്കറ്റിലാണ് ജോൺ എന്നുള്ള അമീർ എന്നുള്ള ഒരു ലിസ്റ്റ് രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ലിസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഇൻഡെക്സ് സെലക്ട് ലിസ്റ്റ് ഐറ്റം, ഈ ബ്ലോക്കൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഐറ്റമാണ് കിട്ടേണ്ടത്, ഐറ്റം ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് റീട്രൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു TinyDB ബ്ലോക്കിൻ്റെ യൂസേജ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാണ് വൺ ടൈം ലോഗിനിലേക്ക് ആക്കേണ്ടത് എന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. എനിക്ക് എന്ത് ചെയ്യണം അറിയാം, സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ യൂസറിന് കൊടുക്കാം. യൂസറിൻ്റെ പേരെന്താണ്, നമ്മളതിൽ ടെക്സ്റ്റ് ബോക്സ് 1 കൊടുക്കുന്നതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യാം ടെക്സ്റ്റ് ബോക്സ് 2. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 എന്താണ് യൂസറിന് ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് യൂസറിൻ്റെ പേര് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ചെയ്ത് വെച്ചിട്ട് എപ്പോൾ യൂസർ കോൾ ചെയ്തേക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് വേറൊരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതി കാണിക്കണം, എന്തെങ്കിലും ഫംഗ്ഷൻ വേറെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഇഫ് കണ്ടീഷൻ, സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ വാല്യൂ ഞാനിവിടെ യൂസർ എന്നുള്ള ടാഗ് കോൾ ചെയ്യാം. ഈ ടാഗിൽ എന്തെങ്കിലും വാല്യൂ സേവ് ചെയ്ത് വെച്ചോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം സേവ് ചെയ്ത് വെച്ചിട്ടോ എന്ന് എന്ത് ചെയ്യാം, സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഈ എംപ്റ്റി എന്നുള്ള ബ്ലോക്കാണ് സ്ട്രിങ്ങിൽ. ഈ ബ്ലോക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ബ്ലോക്ക് ഇത് എംപ്റ്റി ആണോ എന്ന് എന്ത് ചെയ്യും, ഇവിടെ ഈസ് സ്ട്രിങ് അല്ല, ഈസ് എംപ്റ്റി എന്നുള്ള ബ്ലോക്കാണ്. നമ്മളിവിടെ കൊടുക്കുന്ന ബ്ലോക്ക് എംപ്റ്റി ആണോ, ഈ വാല്യൂ എംപ്റ്റി ആണെന്ന് ചെക്ക് ചെയ്യണ ബ്ലോക്കാണ്. എംപ്റ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു നോട്ടിഫിക്കേഷൻ ഈ ലാബിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ബട്ടണിലെ എംപ്റ്റി ആണെങ്കിൽ യൂസർ നോട്ട് ലോഗിൻ, യൂസർ നോട്ട് എൻറ്റർഡ് എന്ന് കൊടുക്കാം. ഓക്കെ ഇനി എന്ത് വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ, ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പുതിയൊരു എന്തെങ്കിലും കൊടുക്കാം. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, പുതിയ സ്ക്രീൻ തുറക്കുക, ഒക്കെ ഇവിടെ കൊടുക്കുക. എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, ഓൾറെഡി ചെയ്ത് വെച്ചാണെങ്കിൽ എന്താണ് നമുക്ക് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ പുതിയൊരു പേജാണ്, ഒരു സ്ക്രീനാണ് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്കാണ്. ഇനി എന്തെങ്കിലും ഫങ്ഷൻസ് ആണ് കൊടുക്കുന്നത്, എന്ത് ചെയ്യുക, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എൽസ് പാർട്ടിൽ കൊടുക്കാം. ഓക്കെ, സെറ്റ് ലാബിൽ ഞാൻ ലാബ് ജസ്റ്റ് മാറ്റുകയാണ്, യൂസറുടെ എൻട്രഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ റീഫ്രഷ് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഞാൻ റഫീഖ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആ യൂസർ നെയിം എന്ത് സേവ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത തവണ റീഫ്രഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, റഫീഖ് എന്നുള്ള ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ റിസൾട്ട് കിട്ടേണ്ടത്, യൂസർ എൻട്രഡ് എന്ന്. കാരണം അത് എംപ്റ്റി ആവില്ല, കാരണം ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, യൂസർ എൻട്രഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് കിട്ടണം. അപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്യണം. കണ്ടോ, യൂസർ എൻട്രഡ്. അപ്പം എന്താണ്
ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എം ടി അല്ല, ആ വാല്യൂ എം ടി അല്ല, അതുകൊണ്ടാണ് യൂസർ എൻട്രഡ് എന്ന് കാണിച്ചത്. ഇനി എം ടി ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിൽ യൂസ് ചെയ്യുന്നൊരു ബ്ലോക്ക് ഉണ്ട് ഉണ്ടോ, ക്ലിയർ ടാഗ് എന്നുള്ള, അല്ലെങ്കിൽ ക്ലിയർ ഓൾ. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്ത് വെച്ച വാല്യൂ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലിയർ ഓൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ക്ലിയർ ഓൾ എന്ന ബട്ടൺ നമ്മൾ എവിടെയും കൊടുക്കുകയാണെങ്കിൽ ആ ഈ TinyDBയിൽ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ വാല്യൂം പോകും, എല്ലാ ടാഗും എല്ലാ വാല്യൂം പോകും. പക്ഷേ ഈ അടിയത്തെ ഈ ബ്ലോക്ക് ക്ലിയർ ടാഗ് എന്നുള്ള ആ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ യൂസർ എന്നുള്ള ടാഗ് കൊടുത്തു, അപ്പോൾ ആ യൂസർ എന്നുള്ള ടാഗിൽ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ മാത്രം പോകുള്ളൂ, ക്ലിയർ ആവുള്ളൂ, ഡിലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് ബ്ലോക്കും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യണം. ഓക്കെ, ഞാൻ അതിന് ശേഷം ഞാൻ ഈ ടാഗ് ക്ലിയർ ചെയ്യുകയാണ്. ആദ്യം എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ടാഗ് ക്ലിയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് യൂസർ എൻട്രഡ് ആണോ അല്ല എന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ റഫീഖ് നോക്കാം. ഓക്കെ, ബട്ടൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അവിടെ സേവ് ചെയ്യുകയും ചെയ്തു. എന്ത് ചെയ്യും? അവിടെ നിന്ന് റിമൂവ് ആയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം? റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വാല്യൂ? എന്തായിരിക്കും? എം ടി ആയിരിക്കും. എം ടി ആണെങ്കിൽ എന്താ? യൂസർ നോട്ട് എൻട്രഡ് എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി സ്ക്രീൻ റീഫ്രഷ് ചെയ്യാണ്. ഇതെന്താണ് കാണിക്കേണ്ടത്? ഓക്കെ, യൂസർ നോട്ട് എൻട്രഡ് എന്നുള്ള ടെക്സ്റ്റ് കാണിച്ചു. കാരണം എന്താണ്? ഈ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ഡു ചെയ്ത് നോക്കാം. കണ്ടോ, എം ടി സ്ട്രിങ് ആണ്. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടാഗ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാല്യൂ ഉണ്ടാവും, ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അതിന് മുന്നേ തന്നെ ചെയ്തുകൊണ്ട് എന്താണ്? ഈ വാല്യൂ എം ടി ആണ്. അപ്പോൾ എം ടി ആയതുകൊണ്ട് യൂസർ നോട്ട് എൻട്രഡ് എന്നുള്ള ടെക്സ്റ്റ് അവിടെ കാണിച്ചു. അപ്പോൾ ഇതാണ് എന്ത്? ഒരു TinyDB ബ്ലോക്കിൻ്റെ യൂസേജ്. അപ്പോൾ അത് നമുക്ക് വൺ ടൈം ലോഗിന് മാത്രമല്ല, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ഫോൺ സ്റ്റോറേജിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് ആ വാല്യൂ റീട്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എന്താണ്, ഒരു എന്തായാലും യൂസേജ്, ഇതൊക്കെ എന്തായാലും യൂസേജ്, ഏത് ആപ്പിലായാലും യൂസേജ് വരുന്ന ഒരു കമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പുതിയൊരു വീഡിയോ ചെയ്തത് തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ ബ്ലോക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.